സാർ സോഡ. അയ്യോ എനിക്ക് വേണ്ട. ആദ്യം ഇത് കഴിക്ക്. അടുത്ത ഗ്ലാസ് വേണമെങ്കിൽ വേണ്ടാന്ന് വെച്ചു. എനിക്കിതൊന്നും ശീലമില്ല. വേണ്ട, ശീലിക്കണ്ട. പക്ഷേ എന്റെ ആഗ്രഹം സാധിച്ചു തരേണ്ടത് ശ്രീമതിയല്ലേ. മനസ്സുണ്ടെങ്കിൽ സുഖത്തിന് അതിരില്ല. പിന്നെ നിന്റെ ഇഷ്ടം, ഞാൻ നിർബന്ധിക്കുന്നില്ല. ഇതാ ബുദ്ധി. Cheers. Cheers. മാധവ, ആര് വിളിച്ചാലും ഞാനില്ല എന്ന് പറഞ്ഞാൽ ശരി. നാശി നേരവും കാലവും നോക്കാതെ ഓരോരുത്തരന്മാര്. ഹലോ, ശരി. ഫോണിൽ ആരാ? ഇങ്ങനെ മുഖം മാറാൻ മാത്രം എന്ത് സംഭവിച്ചു? എന്നോട് പറയാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ പറയണ്ട. മതി മതി, നീ അറിയാൻ പാടില്ലാത്ത രഹസ്യം ഒന്നുമില്ല. എന്റെ മോടെ കാര്യത്തെ പറ്റി ചിന്തിച്ചു പോയതാ. മകൾക്ക് എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. അവളുടെ കല്യാണം എത്രയും വേഗം നടത്തിയതാ അത്രയും നല്ലതാ. കല്യാണം കഴിഞ്ഞ വരുന്ന മരുമകൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി വെക്കുമെന്ന് പേടിച്ചാണോ? ഏയ് അല്ല, അങ്ങനെ ഈ മേനോനെ ആർക്കും അടിമപ്പെടുത്താൻ കഴിയില്ല. അവക്ക് 3 തലമുറയ്ക്ക് വേണ്ട വക ഞാൻ എപ്പോഴേ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആഫ്റ്റർ മാരേജ് രണ്ടുപേരെയും ഫോറിൽ അയച്ച് ജീവിതകാലം മുഴുവൻ താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്റെ മോളെ കെട്ടാൻ പോകുന്നവനാരാ? അതേക്കുറിച്ച് ചിന്തിച്ച. അതുകൊണ്ട് ശ്രീമതി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിനക്ക് വേണ്ടി ഞാൻ ചിലതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നെ പറയാം. വാ വാ, സമയം കളയണ്ട. ഡാഡി, ഡാഡി സുഖല്ലേ? എന്താ ഡാഡി ആകെ മെലിഞ്ഞു പോയല്ലോ. മാധവ, എന്താ ഇത്? അത് പിന്നെ ഏയ് അതൊന്നുമില്ല, എല്ലാം മോടെ സ്നേഹം കൊണ്ട് തോന്നുന്ന. ആ ഡാഡി, ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാ. ടീച്ചർ എവിടെ? ആദ്യം ഒന്ന് കുളിക്കണം. കാപ്പിയൊക്കെ കുടിച്ചിട്ട് മതി കുളിയൊക്കെ. മാധവ, സിന്ധു, കാപ്പി കുടിച്ചില്ലേലും സാരമില്ല, ആദ്യം ഞങ്ങൾക്കൊന്ന് കുളിക്കണം. ഞാൻ നേരത്തെ ചോദിക്കണമെന്ന് വെച്ചതാ. സിന്ധു, ഇവിടെ എത്ര ബാത്റൂം ഉണ്ട്? തനിക്ക് എത്ര ബാത്റൂം വേണം? എനിക്ക് ഒന്ന് മതി. ചുമ്മാ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതാ, ദേഷ്യപ്പെടല്ലേ. അയ്യോ, എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവും ഇല്ല. ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് ഇങ്ങനെ തന്നെയാ. ഇത് കേട്ട് ആരും വിഷമിക്കുകയും വേണ്ട. ആ, എല്ലാരും ചായ കുടിക്കുക. താങ്ക്സ്. എന്താ ടീച്ചർ, ചായ കുടിച്ചില്ലല്ലോ? എനിക്ക് ചായ വേണ്ട. ഓ, അപ്പൊ കോഫി ആയിരിക്കും. ഞാൻ ചായയും കോഫിയും കുടിക്കാറില്ല. അതെ ഡാഡി, ടീച്ചർ പറഞ്ഞത് ശരിയാ. സിന്ധു, ഞങ്ങളുടെ റൂം ഏതാന്ന് പറഞ്ഞാ? ഐ ആം സോറി ഡാഡി. ആ, മുകളിൽ അവർക്ക് ഇഷ്ടമുള്ള റൂമിൽ താമസിക്കട്ടെ. ആ മാധവ, ഈ സാധനങ്ങളൊക്കെ മുകളിൽ കൊണ്ടുപോയി. ശരി സാർ. ആ, എന്താടി നോക്കി നിൽക്കുന്നേ? നിന്നോട് പ്രത്യേകം പറയണോ? ഇവർക്ക് റൂം കാണിച്ചു കൊടുക്കുക. വേണ്ട വേണ്ട, ഞങ്ങൾ പോയിക്കോളാം. റൂം ഏതാന്ന് പറഞ്ഞാൽ മതി. വരൂ സാറേ, വരൂ. ടീച്ചർ റെസ്റ്റ് എടുത്തോളൂ. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. ടീച്ചറിന് സ്വന്തം വീട് പോലെ കരുതാം. വരൂ, നമുക്ക് മുകളിലേക്ക് പോവാം. സിന്ധുവളെ, ഡാഡി അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോവുക. ശരി ഡാഡി.
ചമി നീ ആ പെണ്ണെ എന്ത് ചെയ്തു? ഹ, എന്താടാ നിനക്ക് ചെവി കേട്ടൂടെ? ഈ ഈ ചാമിക്ക് പാമ്പിന്റെ ചെവിയ മുതലാളി. പിന്നെന്താ നോക്കി നിൽക്കുന്നത്? ആ പെണ്ണ് എവിടെ പോയി? അല്ല സാറ് ചോദിക്കുന്നത് ഏത് പെണ്ണിന്റെ കാര്യവാ? എടാ, ഒരു പുതിയ ജോഡി ഇവിടെ വന്ന് താമസിച്ചില്ലേ? ആ, സാറ് വിചാരിച്ചത് ആ പെണ്ണ് ചത്തൂന്നല്ലേ? എന്നാ ആ പെണ്ണിനെ കൊന്നത് ഞാനാ. എടാ, അത് സത്യമാണോ? മുതലാളിയാണ് സത്യം. അയ്യോ, ഞാനാണ് സത്യം. സാറ് അന്ന് പറഞ്ഞതനുസരിച്ച് ആ പെണ്ണിനെ കുഴിച്ചിടാൻ വേണ്ടി എന്റെ തോളിൽ തൂക്കിട്ടപ്പോ അവളുടെ ശ്വാസം എന്റെ തോളിൽ പെട്ടു. അപ്പോൾ അവൾ മരിച്ചിട്ടില്ലെന്ന് എനിക്ക് ബോധ്യമായി. ആ സന്ദർഭത്തിൽ ചത്തിട്ടില്ലല്ലോ, ഇവൾക്ക് ശ്വാസമുണ്ട്. ഇതാണ് മുതലാളി നടന്നത്. ചുമ്മാ ഓരോന്ന് funny. പറ. അതെ. ഏ? കാട്ടടാ. ഞാൻ വെയിറ്റ് ചെയ്തു. ആ ചീട്ടിട്. എടാ ശശി, സിന്ധുവിന്റെ ഡാഡി അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത് എന്തിനായിരിക്കും? ഒരു പെൺകുട്ടിയോട് അവളുടെ ഡാഡി അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞ അത് അവളുടെ കല്യാണക്കാരിയായിരിക്കും, ഉം. അല്ലാതെ വേറെ എന്താവാനാടാ? എല്ലാരെയും പോലെ അല്ല സിന്ധുന്റെ ഡാഡി. അപ്പോ ഞങ്ങളുടെ വിവാഹം അതത്ര തന്നെ. അവളെന്നെ മറക്കോ? കണ്ടോ, ഉടനെ സംശയം. ആണുങ്ങൾക്ക് സാധാരണ വരാറുള്ളതാ ഈ സംശയം. ദേ സിന്ധു വരുന്നു. നിന്റെ സംശയം നേരിട്ട് തന്നെ തീർത്തു. എനിക്ക് മനസ്സിലായി രാജേഷ് ചോദിക്കാൻ പോകുന്ന ചോദ്യം. നമ്മുടെ കല്യാണക്കാരി ഞാൻ തീരുമാനിക്കും, ഡാഡി അത് അംഗീകരിക്കും. നമസ്കാരം. അല്ല, ഇതാ രാഘവനോ? നമസ്കാരം, വാ ഇരിക്കേ. ഓ, കുടിക്കാൻ എന്താ, ചായയോ പിന്നെ അതോ കാപ്പിയോ? ഞാൻ വന്നത് ഒരു പ്രധാന കാര്യം പറയാനായിട്ടാ. ഗൗരവമുള്ള കാര്യം അല്ലെങ്കിൽ നമുക്ക് പോകുമ്പോ കാറ് വെച്ച് സംസാരിക്കാം. ആ, ഞാൻ പറയാൻ വന്നത് നിങ്ങളുടെ മകളെ കുറിച്ചാ. എന്താ, എന്തു പറ്റി? പേടിക്കാനൊന്നുമില്ല. നിങ്ങളുടെ മകൾക്കൊരു വിവാഹാലോചനയായിട്ട് ഞാൻ വന്നതാ. വിവാഹമോ? അതെ, നിങ്ങളുടെ മകളെ എന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന ആലോചനയുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. രാവു, ഇന്നത്തെ കാലത്ത് ആണായാലും പെണ്ണായാലും ശരി, വിവാഹം അവരുടെ ആവശ്യമാണ്. അത് അവരുടെ ഇഷ്ടാനുസരണത്തിന് നടത്തണം. ആ, അങ്ങനെ പിള്ളേരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്താലേ ഉള്ള സ്വത്തും പണവും വല്ല ആമ്പിള്ളേരും തട്ടിക്കൊണ്ട് പോകും. പെണ്ണിവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പൊ താൻ എന്റെ ഈ സ്വത്തും പണവും കണ്ടിട്ടാ തന്റെ മകന് വേണ്ടി കല്യാണാലോചനയും കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. നിങ്ങൾക്ക് പോവാം. എന്നെ അപമാനിക്കുകയാണോ? എനിക്ക് ഒരുപാട് പണിയുണ്ട്. വെറുതെ എന്നെ മെനക്കെടുത്തരുത്. ശരി, തന്നെ ഞാൻ കാണിച്ചു തരാം. അവന്റെ ഒരു കല്യാണാലോചന